ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടുള്ളത്. അപ്പോൾ ഞാൻ എന്താണ് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നേർച്ചയാണ്, നമ്മുടെ അമ്മൂന്ന് നേർച്ചയാണ്. അപ്പം 21, 22, 23 ദിവസങ്ങളിലാണ് നടക്കുന്നത്. പൊതുവേ ഈ മാസം ലാസ്റ്റാണ് ഉണ്ടാവാറ്. അവരെ നോമ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് മുന്നേ ആയിന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഞാൻ ഇന്നലെ എന്താ വെച്ചാൽ ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ ഞാൻ മക്കൾക്ക് പെട്ടി കൊണ്ടുപോകാണ്ടായിരുന്നു. അപ്പോൾ അവിടെ പൊതുവെ നമ്മൾ വഴിപാടിട്ട സാധനങ്ങൾ എന്താ വെച്ചാൽ അത് പെട്ടിയിലാക്കി അതിനെ അലങ്കരിച്ച് നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ഞാൻ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ കുറച്ച് തിരക്കായി. അതുകൊണ്ട് ഞാൻ ഫസ്റ്റായിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊണ്ടുപോവുക ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ തിരക്കുകൾ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് അവിടെ ഹിന്ദു മുസ്ലിം അങ്ങനെ ഒന്നുമില്ല. ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് ഓർമ്മ ഉള്ള ഇത് മുതൽ ഞാൻ ഫസ്റ്റ് എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ വിളിക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ വേറെ ഒരു വലിയ പരിപാടികൾക്കൊന്നും പോയിട്ടില്ല. ഇനിയിപ്പോൾ പോയാൽ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള പരിപാടിയായിരിക്കും വലുത്. അപ്പോൾ ഏട്ടനൊക്കെ എന്നെ എപ്പോഴും കളിയാക്കും, എനിക്ക് വേറെ ഒരു പരിപാടിക്ക് പോകാത്തതുകൊണ്ടാണ് കാണാത്തതുകൊണ്ടാണ് നടക്കേണ്ട നാട്ടിലത്തെ പരിപാടി ഇങ്ങനെയെന്ന് പറയും. അപ്പം അതെന്തൊക്കെ നമ്മൾ വലിയ പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ പരിപാടി 3 ദിവസം എന്ന് പറയുന്നത് സ്കൂളിൽ പോകുന്ന സമയമായിക്കോട്ടെ, എന്തായാലും നമുക്ക് ആ ഒരു സമയം നമുക്ക് എന്തായാലും ഭയങ്കര സ്പെഷ്യൽ തന്നെയാണ്. അതാണ് ഞാൻ തുള്ളിക്കളിച്ച് നേരത്തെ പോകുന്നത്. സത്യം പറഞ്ഞാൽ മക്കളെ കൊണ്ട് വന്ന് ഒന്നിനും അയക്കില്ല, എന്നാലും അവിടെ നിൽക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്. നമുക്ക് നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടാവാറുണ്ട്, അതുപോലെ അടുത്തുള്ള ആൾക്കാരുണ്ടാവാറ്. നമ്മുടെ വീട്ടിൽ നല്ല തിരക്കാവട്ടെ 2-3 ദിവസം സത്യം പറഞ്ഞാൽ. അപ്പോൾ കൊറോണ ആയിട്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമിലാണ് തിരക്കില്ലാണ്ടിരുന്നിട്ടുള്ളൂ. അല്ലാത്തപ്പോൾ ആൾക്കാർ ഒരുപാട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സന്തോഷമാണ്. എന്താ വെച്ചാൽ ആകെ വർഷത്തിൽ ഒരു വട്ടല്ലേ പരിപാടി ഉണ്ടാവുള്ളൂ, അതിനല്ലേ ഇങ്ങനെ ആൾക്കാർ വരുന്നുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാൻ ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം എനിക്കിതുപോലെ പോകാൻ പറ്റാനായിട്ട് ഭയങ്കര വിഷമം. അപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ടിൽ പോയി നിൽക്കും, അല്ലാണ്ട് വേറെ ഒരു നിവൃത്തിയില്ലല്ലോ. എന്നിട്ട് തന്നെ ഏട്ടൻ കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് ഏട്ടൻ വന്ന് എന്നെ കുറച്ച് ദൂരം കൊണ്ടുപോയി അവിടെ വരെ കൊണ്ടുപോയി കൊടുന്നു. അപ്പോൾ ഈ പറഞ്ഞ എല്ലാവരും നമ്മളെ നോക്കുകയാണ്. ആൾക്കാർക്കൊക്കെ ഇന്നത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ അതൊന്നും ആരും നോക്കണില്ല. ഡെലിവറി കഴിഞ്ഞ് കിടക്കുക അങ്ങനെയൊന്നും സത്യം പറഞ്ഞാൽ ആരും ഇല്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർ ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് വെച്ചിട്ടാട്ടോ ഞാൻ അന്ന് അധികം പോയില്ല. ഞാൻ ജസ്റ്റ് പോയി വേഗം പോരാൻ ചെന്നിട്ട് തന്നെ ഞാൻ പോയ സമയത്ത് എല്ലാവരും ഈ വീട്ടിലെ പ്രസവിച്ച് കിടക്കണം, പ്രത്യേകിച്ച് 3 ആളെ ആക്കി വന്നു എന്നുള്ളൊരു മൈൻഡാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഇന്നലെ തിരക്ക് വരുന്നതിന് മുന്നേ പൊതുവെ ഇവിടെ നിന്നൊരു പെട്ടി ഉപ്പാപ്പാക്ക് ഇഷ്ടമുള്ള ഫസ്റ്റ് അവരാണ് പെട്ടി കയറ്റാറ്. അതിന് ശേഷമാണ് നമ്മളൊക്കെ കൊണ്ടുപോകുന്ന പെട്ടി കയറ്റുള്ളൂ. അപ്പോൾ ആ പെട്ടി ഇന്നലെ വൈകിട്ടാണ് കയറ്റിയത്. അപ്പോൾ അതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് പോയി. ഇന്നൊക്കെ മക്കളെ കൊണ്ട് പോകേണ്ട ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ ഇന്നലെ കൊണ്ടുപോയി കൊടുത്തു. അപ്പം തിരക്കായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങാൻ ഭയങ്കര റിസ്ക് ആയിരിക്കും. അപ്പോൾ പിന്നെ മക്കളെ ഞങ്ങൾ നേരത്തെ കൊണ്ടുപോയി കൊടുക്കുന്നതാണ്. അപ്പം ഇന്ന് കുറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാരൊക്കെ വരാണ്ട്, ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം നമുക്ക്. അങ്ങനത്തെ ചെറിയ പരിപാടികളാണ്. പിന്നെ ഏട്ടൻ ഇന്നലെ വന്നിട്ടില്ല. ഏട്ടൻ ഇന്നലെ തറവാട്ടമ്പലത്ത് പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടേക്ക് പോയിരുന്നിരുന്നു. അപ്പോൾ ഒന്ന് ഏട്ടനും വരും. അപ്പം മക്കളെയും കൊണ്ട് പോക്ക് നടക്കില്ല കേട്ടോ. മക്കൾ ഉറങ്ങിയ ശേഷം ജസ്റ്റ് പോകുമല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ല. കാരണം ഇന്നലെ തന്നെ എടുത്ത് നടന്നിട്ട് ആകെ എന്താ വെച്ചാൽ അവരെടുത്ത് നടക്കാനും നല്ല ബുദ്ധിമുട്ടാണ്. അതൊന്ന് മാറി പിടിക്കാനോ ഒന്നും ആളില്ല. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പം ഇന്നിപ്പോൾ എന്തായാലും ഞങ്ങൾ മക്കളെ ഉറക്കിയിട്ടേ പോകണുള്ളൂ വിചാരിച്ചിട്ടോ. ഒന്ന് വൈകിട്ട് ഏട്ടനും വരും. അപ്പം അങ്ങനെ ഇപ്പം എന്തായാലും മക്കൾ ഉറങ്ങുകയാണ്. ഞാൻ അതാണ് വീഡിയോ എടുത്തത്. കാശിക്കുട്ട ഉറങ്ങിയിട്ടില്ല, മറ്റൊരു 2 ആൾ ഉറങ്ങുകയാണ്. അപ്പം ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അത് ചെയ്യട്ടെ. അപ്പോൾ നേർച്ചയുടെ വിശേഷങ്ങൾ ഞാൻ കാണിക്കാം. അപ്പോൾ വീഡിയോയിൽ ഈ കേൾക്കുന്ന ശബ്ദം അമ്പങ്ങുന്നിൽ നിന്നുള്ള ശബ്ദമാണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അവിടെ നിന്നുള്ളതാണ്. ഇവിടെയൊക്കെ അതിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ശബ്ദമുള്ളത്. അപ്പോൾ അത് ആ കാര്യമായിട്ട് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുടുങ്ങിയിട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കണം. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ഒന്നാമത് എണ്ണയിലൊക്കെ ഉള്ള കളിയാവുകൊണ്ട് ചെറിയ പേടി ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കാനായിട്ട്. ഒരു വിധമൊക്കെ ഞാൻ ഉണ്ടാക്കി ഞാൻ നിർത്തി കേട്ടോ. അതിന് ശേഷം അമ്മമ്മയാണ് ഉണ്ടാക്കിയത്. പിന്നെ ശരിയാവില്ല തോന്നിയപ്പോഴേ പിന്നെ അമ്മമ്മ പറഞ്ഞു ഇനി ഞാൻ ഉണ്ടാക്കിക്കോളാം, ഈ പറഞ്ഞതിനുള്ളത് ഉണ്ടാക്കിയില്ല, ഇനി ബാക്കി ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മമ്മ ഏട്ടാ ബാക്കി ഉണ്ടാക്കിയത്. അമ്മമ്മ ഉള്ളതുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ടു കേട്ടോ. എന്താ വെച്ചാൽ അമ്മമ്മയ്ക്കൊക്കെ ഒരുവിധം ഇത് നല്ലപോലെ പരിചയമുള്ളതാണ്. എന്താ വെച്ചാൽ അവർ കുടുംബശ്രീയിലും കാര്യങ്ങളിലൊക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പോഴും ഉണ്ടാക്കി കൊണ്ടുവരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഇതുപോലെ ഒട്ടിക്കുക പെട്ടി. അപ്പം ഞാൻ വലിയ അലങ്കാര പണിയൊന്നും ഇല്ല. എന്താ വെച്ചാൽ മക്കൾക്ക് 3 പെട്ടിയാണ് കൊണ്ടുപോകണത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളതുള്ളൂ. പൊതുവേ വർഷം എല്ലാവരും ഒരു പെട്ടി ഒട്ടിക്കുന്നുണ്ടാ വരുന്നവരൊക്കെ പറയും ഇതൊന്ന് ഒട്ടിച്ച് തരുമെന്ന് പറഞ്ഞിട്ട് വരും. നമ്മൾ പിന്നെ കുറേ സമയം ഇരിക്കണം കേട്ടോ. അപ്പം ഞാൻ തൽക്കാലം 3 പെട്ടി ആക്കിയതാണ്. അപ്പോൾ വളരെ ചെറിയ പെട്ടികളാണ് കേട്ടോ.
മക്കൾക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര പൊലിവ് തലയിലൊക്കെ വെച്ചെടുക്കുമ്പോൾ ദേവുട്ടിക്ക് അമ്പാടിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ കാശൂട്ടനെ എന്തോ വേറെന്തോ വെച്ച പോലെ ഇരുന്ന് കാണിച്ചിരുന്നു. അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമായിട്ട് രണ്ടാമത്തെ ദിവസം അതാ എല്ലാവരും നമ്മളെ കുറച്ച് റിലേറ്റീവ്സൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അടുക്കളയിലാണ്. മക്കൾ ഉറങ്ങുന്ന സമയത്തല്ലേ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അവർ ഉറങ്ങിയ സമയത്ത് തിരക്കിട്ട് പണിയെടുക്കുന്നിട്ട് തന്നെ അവർ വന്നൊരു 3 മണി സമയം ആവാനായിട്ടോ നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്താ വെച്ചാൽ മക്കൾ ഉറങ്ങി നീറ്റ് ഭയങ്കര കുറുമ്പായിരുന്നു. അപ്പോൾ നമുക്ക് അതിനൊന്നും എന്തായാലും പറ്റിയില്ല. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കലേ നമ്മൾ വിശ്രമിക്കാനിരുന്ന സമയത്ത് ഇതാ നമ്മുടെ ആളെ കണ്ടു. എന്താ വെച്ചാൽ എനിക്ക് ഇതിൻ്റെ ചെറിയൊരു പ്രാന്തുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൈ നോക്കാനായിട്ട്. പറയണത് പകുതി ഇല്ലാത്തതാണെങ്കിലും കേട്ടിരിക്കാൻ നല്ല രസം. ഏട്ടൻ എപ്പോഴും പറയണം എനിക്ക് വട്ടാണ് എന്നുള്ളത്. എന്താ വെച്ചാൽ ഏട്ടന് തീരെ വിശ്വാസമല്ല ഇതിലൊന്നും. ഈ അമ്മേനെ കേട്ടോ കഴിഞ്ഞ വർഷം വന്നത്. അപ്പോൾ എനിക്ക് തീരെ ബുദ്ധിയില്ലാത്ത പോലെ ഞാൻ ഈ അമ്മേനെ തന്നെ, കാരണം അവർ കഴിഞ്ഞ വർഷം വന്ന് നല്ല ഓർമ്മ ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്രാവശ്യം വന്നത്. അപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചു എൻ്റെ രേഖ എന്താ വർഷം മാറുകയാണോ, പറഞ്ഞത് തന്നെയല്ലേ പറയണമെന്നുള്ളത്. സംഭവം ശരിയാണ്. പക്ഷേ അമ്മ കഴിഞ്ഞ വർഷം വന്ന് ഇവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അത് വന്നിട്ടുണ്ടാവുക. പക്ഷെ ഞാൻ എൻ്റെ വട്ടിന് ഇരുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ഏട്ടെത്തിയപ്പോഴേക്കും മക്കൾ ഇത് ആദ്യമായിട്ട് അച്ഛനെ കാണുന്ന പോലത്തെ കാട്ടിക്കൂട്ടലൊക്കെയാണ്. കാശൂട്ട ഫസ്റ്റ് വണ്ടീൻ്റെ ഒച്ച കേട്ടത് അച്ഛാ വിളിച്ച് ഓടി കിട്ടോ. അടുത്ത് നമ്മുടെ അമ്പാടിക്കാണ്. ആരെടുക്കണം എന്ന് അറിയാണ്ടാട്ടോ ഏട്ടൻ നിന്നിരുന്ന്. അവർക്ക് ഒരാളെടുത്ത് കഴിഞ്ഞാൽ ഒരാൾ കാശ് പിടിക്കും, അങ്ങനെയാണ്. അപ്പോൾ ഏട്ടൻ 3 ആളെയും ഒപ്പെടുക്കുകയാണ്. ദേവക്കുട്ടി പിന്നെ നടത്തത്തിൽ കുറച്ച് സ്ലോ ആണ്. ഇവരെ പോലെ ഓടി നടക്കാനായിട്ടില്ല, പതുക്കെ നടക്കുള്ളൂ. അതുകൊണ്ട് ആൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്. വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് തന്നെ പാവം തോന്നുന്നുണ്ട്. കാരണം വന്നു കഴിഞ്ഞാൽ ചായ കൊടുത്താൽ കുടിക്കാനോ ഒന്നിനും അയക്കില്ല, ഇരിക്കാൻ അയക്കില്ല കേട്ടോ. ഏട്ടൻ വന്നു കഴിഞ്ഞാൽ അവരവരുടെ കൂടെ തന്നെയാണ്, ഏട്ടൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറയും എനിക്ക് കുറച്ച് സമാധാനമായി. എന്താ വെച്ചാൽ കുറച്ച് സമയം എൻ്റെ മേത്ത് നിന്നിട്ട് പോയി കിട്ടുമല്ലോ എന്ന് പറയാറുണ്ട്. മക്കൾ സ്നേഹിക്കുന്ന കൂടെ നല്ല ഉപദ്രവമാണ് കേട്ടോ ഏട്ടനെ. അപ്പോൾ ഇതാ രണ്ടാമത്തെ ദിവസം നൈറ്റ് നമ്മൾ എല്ലാവരും കൂടി പോയി മക്കളെ കൊണ്ടുപോയില്ല. ഫസ്റ്റ് ദിവസം തന്നെ മക്കളെ കൊണ്ട് പോയി നമ്മൾ കുടുങ്ങിയിട്ട്. അതുകൊണ്ട് രണ്ടാമത്തെ ദിവസം ഞാനും ചേച്ചിയും ഏട്ടനും പിന്നെ ഇവിടെ അടുത്തുള്ളൊരു ചേച്ചി കൂടി കേട്ടോ പോയത്. മക്കളോണ്ട് പോയിട്ടും കാര്യമില്ല. എന്താ വെച്ചാൽ ഭയങ്കര പൊടിയും അതിൻ്റെ പുറമെ നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർ ഭയങ്കര കുസൃതി കാണിക്കുക. അതുകൊണ്ട് നമ്മൾ അവരെ ഉറക്കിയൊക്കെ എടുത്തിട്ട് പോവാൻ വിചാരിച്ചേ. അങ്ങനെയൊക്കെ കുറേ തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ കൂടെ തള്ളി കയറി ഞങ്ങൾ ഇവിടെ എത്തിയിട്ടോ. അപ്പോൾ അമ്പങ്കുന്നും കഴിഞ്ഞ് കുറച്ചും കൂടി നടക്കാണ്ട് കേട്ടോ ഇവിടേക്ക് എത്താനായിട്ട്. അപ്പം വേറെ നല്ല ഭയങ്കര പൊടി, അവിടെ നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല, അത്രയും പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ നമ്മളങ്ങനെ വേറെ എവിടേക്കും പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമുക്കിതൊക്കെ വലിയ കാര്യമാണ്. ഏട്ടൻ എപ്പോഴും ചെണ്ടപ്പുറത്തേക്ക് കോലിടണത്തേക്കൊക്കെ എത്തും കേട്ടോ. പക്ഷെ നമ്മളെ കൊണ്ടുപോകുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ ആൾക്ക്. പിന്നെ പറയാനായിട്ട് കാരണമായി എന്താ വെച്ചാൽ മക്കളല്ലേ, മക്കളാക്കിയിട്ട് എങ്ങനെ പോകുന്നാണ് കേട്ടോ ചോദിക്കണത്. ഊഞ്ഞാലിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള അഭ്യാസമാണ് കേട്ടോ. വീഡിയോ എടുക്കണ്ട, ഫോണ് കയ്യിൽ നിന്ന് പോകുമെന്ന് പറയണ്ടായിരുന്നു. എന്നാലും വീട്ടിലെ പറഞ്ഞിട്ട് ഞാൻ കാര്യപ്പെട്ട് വീഡിയോ എടുക്കുകയാണ്. ഒരുവിധം എല്ലാത്തിനും ചാടിപ്പിടിച്ച് കയറി ആകെ തലയൊക്കെ കറങ്ങി നമ്മൾ തിരിച്ചു കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വീഡിയോ. ഞാൻ വിചാരിച്ച പോലെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ ഭയങ്കര തിരക്കും അതിൻ്റെ പുറമെ മക്കൾ ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല. പിന്നെ കഴിഞ്ഞോണ്ട് അവർ ഒരുപാട് കിടക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, കണ്ണ് തിറ്റ പുറത്തിറങ്ങി ഓടുക. ഒന്നാമത് റോട്ടിൽ കൂടെ ഒക്കെ നമുക്ക് ഒരുപാട് ആൾക്കാർ ഈ തമിഴ്നാട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെ ആയിട്ടുള്ള ആൾക്കാരാന്ന് തോന്നുന്നു. അപ്പോൾ അവരെ ഒക്കെ ഈ ഇവിടെ ഫ്രണ്ടിൽ പുഴയും കൊണ്ട് എല്ലാവരും ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് മക്കളെ വിടാനായിട്ട് പേടി. അപ്പോൾ അവരുടെ അടുത്ത് തന്നെ ഇരിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എന്തായാലും നേർച്ച നമ്മൾ അടിച്ച് പൊളിച്ചു കേട്ടോ. മക്കളെ ഉറക്കിയൊക്കെ എടുത്തിട്ടാണെങ്കിലും നമ്മൾ പതുക്കെ ഇവിടുന്ന് മുങ്ങി എല്ലായിടത്തേക്കും പോയി. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത വർഷമാണ്. ഈ വർഷത്തെക്കാട്ടി നമുക്ക് അടുത്ത വർഷം അടിപൊളിയാക്കണം. അപ്പോൾ പറഞ്ഞ് അതങ്ങോട്ട് കഴിഞ്ഞു. ആകെയുള്ളൊരു ഞാൻ വരലൊരിതായിരുന്നു, അത് കഴിഞ്ഞു. അപ്പോൾ ഏട്ടനും ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞു ഇല്ലേ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ നേർച്ച കഴിഞ്ഞു. അപ്പോൾ ഇന്ന് 4ാമത്തെ ദിവസം രാവിലെ ഏറ്റവും അവസാനം വരേണ്ട പെട്ടിയും വന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടികളൊന്നും പോവില്ല. ഫസ്റ്റ് കയറേണ്ടത് കയറിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെയാണ് കേട്ടോ ലാസ്റ്റത്തെ വരിക. അത് കഴിഞ്ഞു. അപ്പോൾ എന്നാലും പറഞ്ഞ് അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ഒരു ശിവരാത്രി ഉണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് പോകും കേട്ടോ. ശിവരാത്രിക്ക് കുട്ടികളുടെ ഡാൻസ്, നമ്മുടെ കസിൻസ് കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് പോകും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ എടുക്കാം കേട്ടോ.